അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ഫാത്തിഹ എന്ന 5ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠത്തിൻ്റെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്ത് വരുന്നത്. അതിൽ 7ാമത്തെ ചോദ്യം ഇളബിത്ത് ബിൽ അഷ്കാൽ, ഹർക്കത്ത് ഇട്ട് കൊടുത്ത് എഴുതാനാണ്. ഇപ്പോൾ അവിടെ ഒരു വലിയ സെൻറ്റൻസ് ഉണ്ട്, അതിലൊന്നും ഹർക്കത്തുകൾ ഇട്ടിട്ടില്ല. ഫത്തഹും കസറും ലൊമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് എഴുതാനാണ്. ഞാനിതിൻ്റെ ശരിയായ രൂപം ഒന്ന് വായിച്ചു തരാം. അൽ വാലിദു ഫിൽ ഗുർഫത്തി യഖറഉൽ ഖുർആന വൽ വാലിദത്തു ഫിൽ മത്ബഖി തുഇദ്ദു ഷായ അന അദുറുസു സൂറത്തുൽ ഫാത്തിഹത്തി. അപ്പോൾ ഇതേപോലെ ഹർക്കത്തിട്ടാണ്ട് എഴുതാനാണ് ഈ ചോദ്യം. 8ാമത്തെ ചോദ്യം റത്തിബ് അൽ കലിമാത്തി സ്വഹീഹ, ശരിയായ കലിമത്തുകൾ, ശരിയായ രൂപത്തിൽ കലിമത്തുകൾ ഓർഡറാക്കാനാണ്. അപ്പോൾ 1ാമത്തത് സൂറത്തുൽ ഫാത്തിഹ അസ്മാ മിൻ ഉമ്മുൽ ഖുർആൻ. ഇത് ഡിസോർഡറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർഡറായിട്ട് ശരിയായ ഒരു ജുംലയായി വരുന്ന രൂപത്തിൽ എഴുതാനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് രൂപം ഞാൻ പറഞ്ഞുതരാം. മിൻ അസ്മാ ഇ സൂറത്തുൽ ഫാത്തിഹത്തി ഉമ്മുൽ ഖുർആൻ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ പെട്ടതാണ് ഉമ്മുൽ ഖുർആൻ. 2ാമത്തെ സൂറത്തുൽ ഫാത്തിഹ ഫി സബു ആയാത്തിൻ. എൻ്റെ ശരിയായ രൂപം ഫി സൂറത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ സൂറത്തിലുണ്ട് സബു ആയാത്തിൻ, 7 ആയത്തുകൾ. 3ാമത്തെ മുഹമ്മദുൻ അൽ മഅന മഅ ദറസ അൽ ഖുർആൻ. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ഫിഇലായ കലിമത്തുണ്ടോ നോക്കുക. ഫെയിലുണ്ടെങ്കിൽ ആദ്യം ഫെയിൽ ചെയ്ത് അതിന് ശേഷം ഒരു ഇസ്മ എഴുതാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ദറസ ഉണ്ട്. അപ്പോൾ ദറസ മുഹമ്മദുൻ അൽ ഖുർആന മഅൽ മഅന, അതാണ് ഇതിൻ്റെ ശരിയായ രൂപം. 4ാമത്തെ ദറസ്തു മിന അഷ്റു സുവരിൻ അൽ അഖീർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ രൂപം ദറസ്തു എന്ന് തന്നെയാണ് ആദ്യം എഴുതേണ്ടത്. ഞാൻ പഠിച്ചിട്ടുണ്ട്. അഷുറു സുവരിൻ 10 സൂറത്തുകൾ, മിനൽ അഖീരി അവസാനത്തിൽ നിന്നും. അപ്പോൾ ഇതേപോലെ ഓർഡറായിട്ട് എല്ലാം എഴുതാം. അടുത്തത് നുമയ്യിസു മിൻ കുല്ലി മജ്മുഅത്തി മാലാ യുനാസിബ്, താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് യോജിക്കാത്തത്, അതായത് ഒറ്റപ്പെട്ട നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാം, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 1 ഇലാഹ് ഖാലിഖ് ഉമ്മ് റബ്ബ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇലാഹും ഖാലിഖും റബ്ബ് അള്ളാഹിൻ്റെ നാമങ്ങളാണ്. ഉമ്മ് അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഉമ്മ് എന്നാണ്. 2ാമത്തെ നെഹ്ർ ബഹ്ർ ബിർ മുഅ്മിൻ. അതിൽ 3 വെള്ള സ്രോതസ്സുകളാണ്. നെഹ്ർ പുഴ, ബഹ്ർ കടൽ, ബിർ കിണർ. അപ്പോൾ മുഅ്മിൻ ഇതിലാണ് ശരിയായ ആൻസർ. 3ാമത്തെ അയ്യാമ് ഷുഹൂർ വലത് അൽവാൻ. ഇതിൽ 3 ജംഉം 1 മുഫ്രദുമാണ്. ആ മുഫ്രദായ പദം വലത് എന്നാണ്. അതാണ് ശരിയായ ആൻസർ. അടുത്ത ജലസ കതബ മനഅ കലമുൻ. ഇതിൽ 3 ഫീലാണ്, 1 ഇസ്മാണ്. ഏതാണ് ഇസ്മ്? കലമുൻ. അതാണ് ശരിയായ ഉത്തരം. 5ാമത്തെ സഹറുൻ ഗാബ ഹലറ നലറ. അവിടെ 3 ഫിഇലും 1 ഇസ്മുണ്ട്. അപ്പോൾ അതിൽ ശരിയായ ഉത്തരം സഹറുൻ എന്നാണ്. അപ്പോൾ ഇതേപോലെ ശരിക്കും ഓരോ കലിമത്തുകളും നോക്കി കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. എല്ലാവരും ഈ വീഡിയോകൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബെൽ ബട്ടണ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോ ലഭിക്കും. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.